എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് മൾട്ടി സെൻസറി അപ്രോച്ചാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മൾട്ടി സെൻസറി അപ്രോച്ച് എന്താണെന്ന് നോക്കാം. അപ്പോൾ മൾട്ടി സെൻസറി അപ്രോച്ച് ആ പേരിൽ പറയുന്ന പോലെ തന്നെയാണ്. മൾട്ടിപ്പിൾ സെൻസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു അപ്രോച്ചിനെയാണ് മൾട്ടി സെൻസറി അപ്രോച്ച് എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് മൾട്ടി സെൻസറി ടീച്ചിങ് എന്താണെന്ന് നോക്കാം. മൾട്ടി സെൻസറി ടീച്ചിങ് ടെക്നിക് മീൻസ് ഹെൽപ്പിംഗ് എ ചൈൽഡ് ടു ലേൺ ത്രൂ മോർ ദാൻ വൺ സെൻസ്. അപ്പോൾ എന്താണ്, ഒന്നിൽ കൂടുതൽ സെൻസ് യൂസ് ചെയ്ത്, അതായത് രണ്ടോ അതിൽ കൂടുതൽ സെൻസസ് യൂസ് ചെയ്ത് നമ്മൾ പഠിപ്പിക്കുന്നതിനെയാണ്, ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നതിനെയാണ് മൾട്ടി സെൻസറി ടീച്ചിങ് ടെക്നിക് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മൾട്ടി സെൻസറി ലേണിംഗ് എന്തായിരിക്കും? നമ്മൾ രണ്ടോ അതിൽ കൂടുതൽ സെൻസ് യൂസ് ചെയ്ത് നമ്മൾ പഠിക്കുന്നു, ഒരു സബ്ജക്റ്റ് മാറ്റർ പഠിക്കുന്നതിനെയാണ് മൾട്ടി സെൻസറി ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മൾട്ടി സെൻസറി ലേണിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് ലേണിംഗ് ന്യൂ സബ്ജക്റ്റ് മാറ്റർ ത്രൂ ദ യൂസ് ഓഫ് 2 or more സെൻസസ് അറ്റ് ദ സെയിം ടൈം. അപ്പോൾ നമ്മൾ ഒരേ സമയം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടോ അതിൽ കൂടുതലോ സെൻസ് യൂസ് ചെയ്ത് നമ്മൾ പഠിക്കുകയെന്നുണ്ടെങ്കിൽ അതിനെയാണ് മൾട്ടി സെൻസറി ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് 5 സെൻസ് ഓർഗൻസ് ആണ് വരുന്നത്: ഐസ്, ഇയേഴ്സ്, നോസ്, ടങ്ക്, സ്കിന്ന്. അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന സെൻസസ് ആണ് എന്ത്? ഐസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് വിഷ്വൽ, ഇയേഴ്സുമായിട്ട് വരുന്നതാണ് ഓഡിറ്ററി, പിന്നെ എന്താണ് ടച്ച് ആണ് ടാക്ടൈൽ, അതായത് സ്കിന്നുമായിട്ടുള്ളത്. പിന്നെ നോസുമായിട്ട് വരുന്ന റിലേറ്റ് ചെയ്തിട്ട് ഓൾഫാക്ടറി, ടങ്കായിട്ട് വരുന്ന ടേസ്റ്റ്, പിന്നെ എക്സ്ട്രാ ബോഡി മൂവ്മെൻറ്റ് കൂടെ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് മൾട്ടി സെൻസറി അപ്രോച്ചിൽ. അതുകൊണ്ടാണ് കിനെസ്തെറ്റിക് കൂടെ വരുന്നത്. അപ്പോൾ ഈ 5 സെൻസസ് എലോങ് വിത്ത് ബോഡി മൂവ്മെൻറ്റ് കൂടെ നമ്മൾ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് മൾട്ടി സെൻസറി അപ്രോച്ച് എന്ന് പറയുന്നത്. പക്ഷെ നമുക്കറിയാം, ഇതിനകത്ത് ഓൾഫാക്ടറിയും ടേസ്റ്റും വളരെ റെയറായിട്ടല്ലേ യൂസ് ചെയ്യാറുള്ളൂ. നമ്മളിപ്പം ലാബിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് പ്രാക്ടിക്കൽസ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സ്മെല്ല് ചെയ്യും, ടേസ്റ്റ് ഒക്കെ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം. അല്ലാതെ നമ്മുടെ നോർമൽ ക്ലാസ് റൂമിൽ ഓൾഫാക്ടറിയും ടേസ്റ്റും യൂട്ടിലൈസ് ചെയ്യാറുണ്ട്, ഒട്ടുമില്ലെന്നല്ല, എന്നാലും കുറവാണ്. ഇപ്പം നമുക്ക് അതിൻ്റെ ഒരു ഡെഫിനിഷൻ കൂടെ നോക്കാം. കണ്ടിന്യൂവൽ യൂസ് ഓഫ് 5 സെൻസസ് ഇൻക്ലൂഡിംഗ് ദ യൂസ് ഓഫ് ബോഡി മൂവ്മെൻറ്റ് ടു ടീച്ച് അബ്സ്ട്രാക്ട് കോൺസെപ്റ്റ്സ്, മേക്കിംഗ് ദം കോൺക്രീറ്റ് ആൻഡ് ആക്സസിബിൾ ഫോർ മെമ്മറി, യൂസേജ് ആൻഡ് ട്രാൻസ്ഫറൻസ്. അപ്പോൾ മൾട്ടി സെൻസറി അപ്രോച്ച് എന്താണെന്ന് കൂടെ നമുക്ക് പറയാം. 5 സെൻസസിൻ്റെ ഒരു കണ്ടിന്യൂവൽ യൂസാണ്, അല്ലേ? എന്തിനു വേണ്ടി? ബോഡി മൂവ്മെൻറ്റും ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അബ്സ്ട്രാക്ട് കോൺസെപ്റ്റ്സ് കുറച്ചുകൂടെ കോൺക്രീറ്റ് ആക്കാനും അതുപോലെ മെമ്മറബിളായിട്ട് നമ്മുടെ ഉള്ളിൽ കിടക്കാനും വേണ്ടിയിട്ടാണ്. അപ്പം എന്തുകൊണ്ട് നമ്മൾ മൾട്ടി സെൻസറി അപ്രോച്ച് യൂസ് ചെയ്യുന്നു? ഏതെങ്കിലും ഒരു സെൻസ് വെച്ച് നമുക്ക് പഠിച്ചാൽ പോരാന്നോ? ഒന്നെങ്കിൽ ചുമ്മാ കേട്ടിരിക്കുക മാത്രം ചെയ്തുകൂടായിരുന്നോ? അല്ലെങ്കിൽ ഒന്നെങ്കിൽ കണ്ടുകൊണ്ട് മാത്രം പഠിച്ചാൽ പോരായിരുന്നു? എന്തുകൊണ്ട് മൾട്ടിപ്പിൾ സെൻസ് യൂസ് ചെയ്യണമെന്ന് പറയുന്നത്? നമ്മൾ മൾട്ടിപ്പിൾ സെൻസ് യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബ്രെയിനിലെ ന്യൂറൽ കണക്ഷൻസ് ഒന്നുകൂടെ സ്ട്രെങ്തൻ ചെയ്യപ്പെടുന്നത്. അപ്പോഴാണ് കുറച്ചുകൂടെ അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് മെമ്മറബിൾ ആവുന്ന രീതിയിൽ ആ ഒരു ഇൻഫർമേഷൻ നമ്മുടെ തലയിൽ ഇരിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൾട്ടി സെൻസറി അപ്രോച്ച് വേണം, ക്ലാസ് റൂമിൽ കൊണ്ടുവരണം എന്ന് പറയുന്നത്. അപ്പം യൂസിങ് സെവറൽ മൊഡാലിറ്റീസ് അറ്റ് വൺ ടൈം ടു സ്ട്രെങ്തൻ ന്യൂറൽ പാത്വേസ്. ഇനി നമുക്കൊരു എക്സാമ്പിൾ, കാര്യം എന്താണെന്ന് മനസ്സിലാവാനുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം എനിക്ക് സ്പെല്ലിംഗ് പഠിപ്പിക്കണം കുട്ടികളെ. ഇപ്പം എനിക്ക് ക്യാറ്റിൻ്റെ സ്പെല്ലിംഗ് പഠിപ്പിക്കണം. അപ്പം എൻ്റെ കയ്യിൽ CAT എന്നുള്ള ലെറ്റേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. ലെറ്റേഴ്സിൻ്റെ മോഡൽ, തൊടാൻ പറ്റുന്ന രീതിയിലുള്ള മോഡൽസ് ഉണ്ട്. അപ്പോൾ ഈ 3 ലെറ്റേഴ്സും ഞാനൊരു ബോർഡിൽ പേസ്റ്റ് ചെയ്തു. അപ്പോൾ അത് കുട്ടികൾ കണ്ടു. അപ്പോൾ അവരുടെ വിഷ്വൽ എന്നുള്ള സെൻസ് യൂസ് ചെയ്യപ്പെടുകയാണ്. ഇനി ഞാൻ അവരെ കൊണ്ട് ഉറക്കെ വായിപ്പിച്ചു, അല്ലെങ്കിൽ ഞാൻ ഉറക്കെ പറയുവാണ്. അപ്പോൾ ഓഡിറ്ററി സെൻസ് അവിടെ യൂസ് ചെയ്യുന്നു. ഇനി ഞാൻ പറഞ്ഞു, ഞാൻ ഓരോ ലെറ്റേഴ്സിൻ്റെ മോഡലാണ് ഞാൻ ഒട്ടിച്ചേക്കുന്നത്. അപ്പോൾ കുട്ടികളെ അവരെ കൊണ്ട് ഞാൻ അത് തൊടിയിപ്പിക്കുകയാണ്. അപ്പോൾ ടാക്ടൈൽ എന്നുള്ള സെൻസ് കൂടെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ 3 സെൻസ് ഒരേ സമയം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി കുറച്ചുകൂടെ ഹയർ ക്ലാസ്സസിൽ നമ്മൾ കണ്ടിട്ടുള്ളത് എന്തായിരിക്കും? എക്സ്പെരിമെൻറ്റിൻ്റെ വീഡിയോ കാണിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം എക്സ്പെരിമെൻറ്റിൻ്റെ വീഡിയോ കാണിക്കുന്നു വിത്ത് ഓഡിയോ കൂടെ ഉണ്ടെങ്കിൽ അവിടെ ഒരു വിഷ്വൽ ഓഡിറ്ററി എക്സ്പീരിയൻസ് ആണ് അവിടെ കിട്ടുന്നത്. ഇനി ആ എക്സ്പെരിമെൻറ്റ് അവർ പെർഫോം കൂടെ ചെയ്യുന്നുണ്ടെങ്കിലോ കിനെസ്തെറ്റിക്കും ആ കൂട്ടത്തിൽ വന്നു. അപ്പോൾ 3 സെൻസസ്, അല്ലേ? കിനെസ്തെറ്റിക് സെൻസ് അല്ല, എന്നാലും മൾട്ടി സെൻസറി അപ്രോച്ച് അനുസരിച്ച് 3 കാര്യങ്ങൾ, 3 ഫാക്ടേഴ്സ് അവിടെ നമ്മൾ ഒരേ സമയം യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഒരു എത്രമാത്രം ഇൻഫർമേഷൻ റീറ്റെയിൻ ചെയ്യുമെന്ന് നോക്കാം ഓരോ പ്രോസസ്സിലും.
ഒരാൾ കേട്ട് മാത്രം പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അയാൾ ആ കേട്ട് പഠിച്ചതിൻ്റെ 20% മാത്രമായിരിക്കും പിന്നീട് റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഒരാൾ കണ്ട് മാത്രം പഠിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ പിന്നീട് അയാൾ പഠിച്ചതിൻ്റെ ഒരു 30% മാത്രമേ അയാൾക്ക് ഓർത്തെടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഒരാൾ കാണുകയും കേൾക്കുകയും, അതായത് ഒരേ സമയം കണ്ടും കേട്ടും പഠിക്കുകയെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം നമ്മൾ വീഡിയോ കാണുന്നു അതുപോലെ കേൾക്കുന്നു എന്നിട്ട് നമ്മളത് പഠിക്കുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 50% പിന്നീട് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. ഇനി ഒരാൾ പറഞ്ഞ് മാത്രം പഠിക്കുകയെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ പവർഫുള്ളാണ്. അതിൻ്റെ ഒരു 80% അയാൾക്ക് പിന്നീട് റിമെമ്പർ ചെയ്യാൻ പറ്റും. കാരണം അത് ഒരു ടൈപ്പ് അത്ര ആക്റ്റീവ് അല്ല, എന്നാലും ഒരു ആക്റ്റീവ് മെത്തേഡ് ഓഫ് സ്റ്റഡിങ് അല്ലേ. ഒരാൾ സ്വന്തമായിട്ട് എഫേർട്ട് എടുത്ത് പഠിക്കുകയാണ് പറഞ്ഞ് പഠിക്കുമ്പോൾ. അതേസമയം ഒരാൾ പറഞ്ഞും പഠിക്കുന്നു അതുപോലെ തന്നെ ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട്, പറഞ്ഞും ചെയ്തുമാണ് പഠിക്കുന്നതെങ്കിൽ അതിൻ്റെ 90% അയാൾക്ക് പിന്നീട് റീകോൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും മൾട്ടിപ്പിൾ സെൻസസ് യൂസ് ചെയ്യേണ്ടതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. നമ്മൾ മൾട്ടിപ്പിൾ സെൻസസ് യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ അത് ഉപയോഗിച്ച് നമ്മൾ പഠിച്ച ആ ഒരു കാര്യം പിന്നീട് ഓർത്തെടുക്കാനുള്ള ചാൻസസ് കൂടി വരികയാണ്. ഇനി നമുക്ക് ക്ലാസ് റൂമിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് മൾട്ടി സെൻസറി ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ആദ്യം തന്നെ നമുക്ക് വിഷ്വൽ റീസണിങ് ലേണിംഗ് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ടെക്സ്റ്റ് വെച്ച് പഠിക്കുന്നു, അപ്പോൾ അതിനകത്ത് പിക്ചേഴ്സ് ഉണ്ട്, പിന്നെ പോസ്റ്റേഴ്സ്, മോഡൽ, പ്രൊജക്ഷൻ സ്ക്രീനൊക്കെ യൂസ് ചെയ്തും ഫ്ലാഷ് കാർഡ്സൊക്കെ വെച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ആ ഒരു വിഷ്വൽ എന്നുള്ള ആ സെൻസിനെ അവിടെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ്. പിന്നെ നമ്മൾ ഹൈലൈറ്റ് ഒക്കെ ചെയ്ത് പഠിക്കത്തില്ല, ഹൈലൈറ്റ് ചെയ്യുമ്പോഴും ഇമേജസ് ഒക്കെ നോക്കി നമ്മൾ പഠിക്കുന്നതൊക്കെ നമ്മുടെ വിഷ്വൽ റീസണിങ്ങിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്സാണ്. ഇനി ഓഡിറ്ററി ടെക്നിക്സ് എന്ന് പറയുമ്പം നമ്മുടെ ഓഡിയോ ബുക്ക്, പിന്നെ ഫ്രണ്ട്സ് എല്ലാം കൂടിയിരുന്ന് ഓരോരുത്തർ ഷെയർ ചെയ്ത് വായിക്കുന്നത്, പിയർ അസിസ്റ്റഡ് റീഡിങ്, അതുപോലെ തന്നെ പെയർഡ് റീഡിങ്. പിന്നെ കമ്പ്യൂട്ടറിന് നമ്മൾ ഒരു ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് വായിച്ചു തരൂലേ, അപ്പോൾ അത് കമ്പ്യൂട്ടറൈസ്ഡ് ടെക്സ്റ്റ് റീഡേഴ്സ്. അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഇയറിൻ്റെ എന്ന് പറയുന്ന സെൻസ് ഓർഗൻ വർക്ക് ചെയ്യുകയാണ്. പിന്നെ നമ്മൾ വീഡിയോയോ ഫിലിമോ കാണിക്കുന്നു, വിത്ത് ഓഡിയോ കൂടെ ഉണ്ടാവണം, അപ്പോഴും നമ്മുടെ ഓഡിറ്ററി സെൻസ് അവിടെ യൂസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ പാട്ടിലൂടെയും റൈംസിലൂടെയും അങ്ങനെയൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിക്കത്തില്ലേ, പാട്ടിലൂടെയൊക്കെ ഓരോ ഇക്വേഷൻസ് പഠിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഓഡിറ്ററി ടെക്നിക്ക് അവിടെ നമ്മുടെ ഓഡിറ്ററി സെൻസ് അവിടെ എന്ത് ചെയ്യുകയാണ്, സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുകയാണ്. ഇനി ടാക്ടൈൽ ടീച്ചിങ് മെത്തേഡ്സ് നമുക്ക് എന്ത് പറയാം, അതായത് ടച്ച് ചെയ്ത് പഠിക്കുന്നു. ഇപ്പം എന്തിൻ്റെങ്കിലും മോഡൽ കൊണ്ടുവന്നിട്ട് നമ്മളത് തൊടിയിപ്പിക്കുന്നു. ഇപ്പം ക്ലേ ഒക്കെ കൊണ്ട് എന്തെങ്കിലും മോഡൽസൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു, പിന്നെ സ്കൾപ്ചേഴ്സ്. അപ്പം അതൊക്കെ തൊട്ട് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ നിൽക്കും. പിന്നെ മാത്സിൽ സ്മോൾ മെറ്റീരിയൽസിനെ വിളിക്കുന്ന പേരാണ് മാനിപ്പുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് കുഞ്ഞി ബീഡ്സ്, കോയിൻസ്, ഫ്രാക്ഷൻ ടൈൽസ്, ബ്ലോക്സ്, അപ്പം ഇതെല്ലാം മാനിപ്പുലേറ്റേഴ്സിൽ വരുന്നതാണ്. അപ്പം അതുകൊണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മാത്സ് പഠിപ്പിക്കുന്നു, അബാക്കസ് ഒക്കെ ഇല്ലേ. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കുന്നതും കുറേ കൂടെ ഓർമ്മയിൽ നിൽക്കത്തില്ലേ, നമ്മൾ പാസീവായിട്ട് കാണുന്നതിനെക്കാട്ടി നമ്മൾ തൊട്ടും ഒക്കെ പഠിക്കുകയാണ്. അപ്പം കുറേ കൂടെ മെമ്മറിയിൽ നിൽക്കും. പിന്നെ കിനെസ്തെറ്റിക് മെത്തേഡ്സ് എന്ന് പറയുമ്പം നമുക്ക് പഠിപ്പിക്കേണ്ട ഇൻഫർമേഷനെ നമ്മൾ മൂവ്മെൻറ്റും കൂടെ കമ്പൈൻ ചെയ്ത് കൊടുക്കുന്നു. അതായത് ഇപ്പം ഗെയിംസ് ഇവിടെ കൊടുത്തിരിക്കുന്ന ജമ്പിങ് റോപ്പ്, ക്ലാപ്പിംഗ്, അതായത് ഇപ്പം നമ്പേഴ്സ് പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് ക്ലാപ്പിംഗ് യൂസ് ചെയ്തുകൂടെ. അതായത് 1 എന്ന് പറയുമ്പോൾ കുട്ടികൾ 1 വട്ടം ക്ലാപ്പ് അടിക്കുന്നു, 2 എന്ന് പറയുമ്പോൾ 2 വട്ടം ക്ലാപ്പ് ചെയ്യുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, നമ്പേഴ്സിനെ നമ്മൾ ക്ലാപ്പിങ്ങുമായിട്ട് കമ്പൈൻ ചെയ്ത് നമ്മൾ ഇൻഫർമേഷൻ കൊടുത്തു. അപ്പം അവരുടെ ഒരു മൂവ്മെൻറ്റ് കൂടെ നടക്കുന്നുണ്ട്. സോ അവർക്ക് കുറച്ചുകൂടെ മെമ്മറിയിൽ നിൽക്കും. അപ്പോൾ ഇതാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കിനെസ്തെറ്റിക് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇനി ഈ മൾട്ടി സെൻസറി അപ്രോച്ച് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഓൾറെഡി നമ്മളിപ്പം കുറേ ടെക്നിക്സ് ഉണ്ടല്ലേ, അപ്പം അതെല്ലാം കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നുന്നില്ലേ നോർമൽ ക്ലാസ് റൂമിനെ കാട്ടി. അപ്പം തന്നെ അതൊരു ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പം കുട്ടികൾക്കൊരു ഇൻട്രസ്റ്റ് കൊണ്ടുവരും പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പുതിയ കാര്യങ്ങൾ എൻജോയബിളായിട്ട് പഠിക്കാൻ പറ്റും, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവർക്കത് ഒരുപാട് നാളത്തേക്കത് റീറ്റെയിൻ ചെയ്ത് നിൽക്കും. പിന്നെ അവർക്ക് കോൺസെപ്റ്റ്സിനൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടും. പിന്നെ ചില ആക്ടിവിറ്റീസ് ഗ്രൂപ്പായിട്ട് ചെയ്യുന്നതാണ്. ഇപ്പം എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ പിയർ അസിസ്റ്റഡ് റീഡിംഗ് ഒക്കെ ഗ്രൂപ്പായിട്ട് ചെയ്യുന്നതാണ്. അപ്പം കൊളാബറേഷൻ വരും, അത് കൂടും, കുട്ടികൾ തമ്മിലുള്ള ഒരു കൊളാബറേഷൻ കൂടും. പിന്നെ ചില ടാസ്ക് ഒക്കെ ക്രിയേറ്റിവിറ്റിയും തിങ്കിങ്ങും ഒക്കെ എൻഹാൻസ് ചെയ്യുന്നതാണ്. അപ്പം അതിനൊക്കെ നല്ലതാണ്. പിന്നെ മൾട്ടി സെൻസ് യൂസ് ചെയ്യുന്നതാണ് മൾട്ടി സെൻസറി അപ്രോച്ച്.
അല്ലേ? ഇപ്പോൾ മൾട്ടിപ്പിൾ സെൻസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരെന്താണ് അവരുടെ സെൻസസ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പഠിക്കും. അപ്പം അതിനുള്ള ഒരു ട്രെയിനിങ് കൂടെ അവർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ കുട്ടികൾ നന്നായിട്ട് ഇൻവോൾവ് ആവും. അപ്പം ലേണർ എൻഗേജ്മെൻറ്റ് നന്നായിട്ടുണ്ട്. പിന്നെ എന്താണ് ഇങ്ങനെ ചെയ്യുമ്പം എൻജോയബിൾ ആവുന്നത് കൊണ്ട് തന്നെ എന്താണ് അവർക്ക് ലേണിങ്ങിനുള്ള കപ്പാസിറ്റി കൂടും. ലേണിങ്ങിനുള്ള കപ്പാസിറ്റി കൂടിയ ഉറപ്പായിട്ട് എന്താണ് അവരുടെ നോളജും കൂടും. പിന്നെ നമുക്കറിയാം എന്താണ് മൾട്ടി സെൻസറി അപ്രോച്ച് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പല ടൈപ്പിലുള്ള സ്റ്റൈൽസാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ പല ടൈപ്പ് ലേണിംഗ് സ്റ്റൈൽസ് അവിടെ വരുന്നു. കാറ്റേഴ്സ് ടു ഡൈവേഴ്സ് ലേണിംഗ് സ്റ്റൈൽസ്. ഇനി നമുക്ക് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ മൾട്ടി സെൻസറി അപ്രോച്ച് കൊണ്ടുവരാം. വിഷ്വൽ സ്റ്റിമുലേഷന് വേണ്ടി നമുക്ക് ഇൻട്രാക്റ്റീവ് വൈറ്റ് ബോർഡ്സ്, പിന്നെ പ്രസൻറ്റേഷൻസ്, വീഡിയോസ്, വിർച്വൽ റിയാലിറ്റി ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഓഡിറ്ററി ടൂൾസ് ആയിട്ട് നമുക്ക് പോഡ്കാസ്റ്റ് ഉണ്ട്, ഓഡിയോ ബുക്ക് ഉണ്ട്, ടെക്സ്റ്റ് ടു സ്പീച്ച് സോഫ്റ്റ്വെയർ ഉണ്ട്. പിന്നെ കിനസ്റ്റാറ്റിക് ആൻഡ് ടാക്ടൈൽ ടൂൾസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസ്, വിർച്വൽ ലാബ്സും ടച്ച് സ്ക്രീൻ ആപ്സുമാണ്. ഇപ്പം നമുക്ക് പറയാൻ പറ്റും ഈ ഒരു മൾട്ടി സെൻസറി ക്ലാസ് റൂം വരികയാണെന്നുണ്ടെങ്കിൽ, ടെക്നോളജി എനേബിൾഡ് ആയിട്ടുള്ള മൾട്ടി സെൻസറി ക്ലാസ് റൂം വരികയാണെന്നുണ്ടെങ്കിൽ ടീച്ചറിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ് കുറച്ചുകൂടെ കൂടുമായിരിക്കും, അല്ലേ? ഒരു മിയർ ഇൻഫർമേഷൻ പ്രൊവൈഡർ എന്നതിൽ നിന്ന് മാറി ടീച്ചർ എന്താണ് ഒരു ഫെസിലിറ്റേറ്റർ ആവുകയാണ് ചെയ്യുന്നത്. അപ്പം ടീച്ചറിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് കുറച്ചുകൂടെ കൂടും. അതായത് ഏത് ടൈപ്പ് മൾട്ടി സെൻസറി അപ്രോച്ച് വേണം എന്ന് ടീച്ചർ മുൻകൂട്ടി ഡിസൈൻ ചെയ്യേണ്ടി വരും. അതിനാവശ്യമായിട്ടുള്ള ടൂൾസ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. അപ്പം ടീച്ചർ എന്താണ് അതിനനുസരിച്ചുള്ള മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്ത് ക്ലാസ് നടത്തേണ്ടി വരും. അപ്പം ടീച്ചർ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആവേണ്ടി വരും മൾട്ടി സെൻസറി അപ്രോച്ച് വരുമ്പോൾ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. താങ്ക് യു.